47 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒത്തുചേരുകയാണ്. 2022 ഫെബ്രുവരി 27 ഞായറാഴ്ച. അന്നേ ദിവസം ആ നീളൻ കെട്ടിടങ്ങൾ നമ്മൾ കൺകുളിർക്കെ കാണും. ക്ലാസ് മുറികൾ കാണും. നഷ്ടപ്പെട്ട ബാല്യത്തെപ്പറ്റി പറയാം. ജീവിത വഴികൾ പരസ്പരം വിവരിക്കാം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നമ്മൾ എത്തും. സ്കൂളും ക്ലാസ് മുറികളും കണ്ടതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ. സാന്നിധ്യം കൊണ്ട് സംഗമം മഹനീയമാക്കുക. വിനീതമായ അഭ്യർത്ഥനയാണിത്. നമ്മൾ നമ്മളോട് തന്നെ. കൂടെ പഠിച്ചവരുടെ കൂട്ടുകാരുടെ കൂടിച്ചേരലുകൾ ഇന്നൊരു സാധാരണ സംഭവമാണ്. എന്നാൽ ഒരു അസാധാരണ കൂടിച്ചേരലിന് വേദിയായിരിക്കുകയാണ് ബന്ദർക്ക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമസ്കാരം. നാട്ടുവിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ദർക്ക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 47 വർഷം മുമ്പ് പഠിച്ച SSLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ ശ്രീശുഭ, കാസർഗോഡ് നിന്നും. ആയിരത്തി 1974-75 വർഷം SSLC കഴിഞ്ഞിറങ്ങിയ A-B ബാച്ചിൽ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് 75 മേറ്റ്സ് ഓഫ് GHSS ബന്ദർക്ക. ഏതൊരു കൂടിച്ചേരലിൻ്റെയും വിജയമെന്ന് പറയുന്നത് പങ്കാളിത്തമാണ്. അന്ന് പഠിച്ചിറങ്ങിയ 85 പേരിൽ ജീവിച്ചിരിക്കുന്നത് 72 പേർ. അതിൽ 61 പേരും പങ്കെടുത്തു. തമ്മിൽ കാണാതെ കാലമേറെയായി. കാണുമ്പോൾ എന്തു പറയണമെന്ന് പോലും അറിയാതായ നിമിഷങ്ങൾ. എല്ലാവരും ചേരുമ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയ അതേ ബഹളം, സന്തോഷ പ്രകടനം. ആ നല്ല കാലങ്ങളിലേക്ക് മനസ്സുകൊണ്ടൊരു തിരിച്ചുപോക്ക്. ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ സാധാരണ കാണുന്നുണ്ട്. എന്നറിയോ വേണോ
എപ്പോഴും കണ്ടിട്ടുണ്ടോ ഇവനെ കണ്ടില്ല അതല്ല എത്രയോ പ്രാവശ്യം കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ ബന്ധമുണ്ട് എത്രയോ പ്രാവശ്യം മാറ്റൂല ചമ്പ നമ്മുടെ എന്താ ബന്ധം സാധനം നിൽക്കുകയാണ്. പക്ഷെ അതെ സംസാരിച്ചു ഞാൻ പക്ഷേ അതെ ഒന്നാം തുടങ്ങിയിട്ട് വായിക്കും കുഞ്ഞ് ഭയങ്കര ഫേമസ് അല്ലേ ജോസഫ് പെട്ടെന്ന് പോകണോ പോകുന്ന പോവാ നാട്ടിൽ തന്നെ പോവാ നാളെ പോലെ ഞാൻ ഇറങ്ങുമ്പോഴേ എന്റെ 2-3 കസ്റ്റമേഴ്സ് ബൈബിൾ തുടങ്ങും മലികേറ്റ് രജിസ്ട്രേഷൻ ഇല്ലേ വന്നിട്ടാ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് കിടക്കാം ഒന്നാള് ഇവരുണ്ട് മനസ്സിലായോ ഞാൻ മാസ്ക് എടുക്കാറുണ്ട് പത്മാവതിക്ക് ഞാൻ പറയുമ്പോൾ ഓർമ്മയും കിട്ടുന്നില്ല. ഞാൻ വേദൂർപ്പാല അടക്കം ഒന്നിച്ച് പഠിച്ചത് എന്നിട്ട് മറ്റു ഓർമ്മ അവിടെ ഒപ്പിട്ട് പറഞ്ഞു 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 കുറച്ച് മാസ്ക് എടുക്കാൻ തോന്നുന്നു. കാരണം ആഴ വരുന്ന അറിയണ്ട്. കരിമേടോ
എന്റെ ഭർത്താവ് കുഞ്ഞകൃഷ്ണൻ. അമ്മ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെയൊരു ഫംഗ്ഷൻ. ഇതിപ്പോൾ എത്രയോ വർഷത്തിന് ശേഷമുള്ളൊരു ഗെറ്റ് ടുഗെദർ. എനിക്കൊരു ഫസ്റ്റ് ടൈം വന്നു അവർ പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ വെക്കുന്നത്. ശരിക്കും അമ്മയുടെ ഒരു കുട്ടിക്കാലവും അമ്മയുടെ ഒരു സന്തോഷമെല്ലാം അമ്മേനെ മുഖത്ത് ശരിക്കും കാണാനുണ്ടായിരുന്നു. സോ നമ്മളും നല്ല താങ്ക്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് വെച്ചിട്ട്. ലൈക്ക് ഇത് വെച്ച എല്ലാ ആൾക്കാർക്കും താങ്ക്സ് നന്ദി. അപ്പുറത്തെ ഓ അത് പിന്നെ ഗുരി മാഷ് മനസ്സിലായി. കുറുപ്പ് മാഷ് മാഷുണ്ട്, കുമാരൻ മാഷുണ്ട്. ഏകദേശം 2 മാസത്തോളം സംഘാടകർ പ്രയത്നിച്ചതിന്റെ ഫലമായാണ് ഇങ്ങനെയൊരു അത്യപൂർവ കൂടിച്ചേരൽ ഇവിടെ നടന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രീതിയിലുള്ള ഒരു സമാഗമത്തിന് അവസരം തന്നെ പ്രവർത്തി ശക്തിയെ വണങ്ങിക്കൊണ്ട് ഒരു മൗന പ്രാർത്ഥനയാണ്. ഓർമ്മയുണ്ടോ മുഖം തുറന്നില്ല. അങ്ങനെ ഓരോരാളോട് ചോദിക്കേണ്ട അവസ്ഥ. ഫെബ്രുവരി 27 ഒരു ദിവസം വരെ മനസ്സിൽ നിന്ന് വായില്ല. 57 വർഷം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അരനൂറ്റാണ്ടിന് ശേഷം കാണുന്നവരെന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ് സത്യത്തിൽ. ഇതിന്റെ ഒരു തുടക്കം കുറിക്കുമ്പോൾ സുകുമാരൻ മാഷ്, ഈ സ്കൂളിലെ മാഷ്, അറ്റൻഡൻസ് ലിസ്റ്റിന്റെ ഫോട്ടോ കോപ്പി എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. തപ്പിപ്പിടിച്ചിട്ട് 1975 മാർച്ചില് അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം കിട്ടപ്പെടാൻ ഒരു കോൺഫിഡൻസ് വന്നു. കമ്മീഷൻ രജിസ്റ്റർ കിട്ടുമെന്ന് നമ്മളെ ഹെഡ്മിസ്ട്രസിനോട് ചോദിച്ചു. നിങ്ങൾ വാന്നാ പറഞ്ഞത്, നിങ്ങൾ വാ നമുക്ക് നോക്കാം. അപ്പോൾ പഴയ ഭരതൻ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടു കൂടി പഴയ അഡ്മിഷൻ രജിസ്റ്റർ എഴുതുമ്പോൾ ഭൂരിഭാഗം അഡ്രസ്സും കിട്ടി. അതാണ് പ്രചോദനം. വളരെ ഇതൊന്ന് സന്തോഷപ്രദമായ ഒരു ദിവസമായിരുന്നു. ഞാനും പ്രഭാകരനും വീണൊക്കെ അന്നിവിടെ വന്ന് പകർത്തി എഴുതിയിട്ട് പോയി. പക്ഷെ എന്നാൽ പോലും ഒരു 20-25 പേരുടെ അഡ്രസ് ഇല്ല. അവർ ആ അഡ്മിഷൻ രജിസ്റ്റർ ബ്ലാങ്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കിട്ടാനൊരു വഴിയില്ല എന്നുള്ള രീതിയിലാണ്. നിരാശ ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഇങ്ങനെ ലിങ്ക് വെച്ച് അടുത്തടുത്ത് ഇരുന്നവരോട് സംസാരിച്ച് അങ്ങനെ പോകുമ്പോൾ ഈ 25 പേരെയും അന്ന് ആ ബാക്കിയുണ്ടായ 25 പേരെയും ജനുവരി മധ്യത്തോടുകൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് ഒരു അത്ഭുതം തന്നെയാണ്. 72 പേര് ഒരു കൊടക്കീഴിൽ എത്തി. ആർക്കും പറഞ്ഞാലേ മനസ്സിലായി ഞാൻ പത്മാഷാണ്, ഞാൻ 75 നിങ്ങളൊന്നിച്ച് പഠിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇല്ല, അത്ര വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. ചില ആൾക്കാർ ഭയങ്കര സന്തോഷമായി. 1-2 പേര് പിന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതി നമ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുടക്കം ഉണ്ടായിരുന്നു. ആ രീതിയിൽ അതൊരു വിശ്വാസം വരുന്നില്ല. ആ രീതിയിലുള്ള അവസ്ഥയാണ് ഉണ്ടായത്. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1975 എന്നുള്ള ഒരു അത്ര ദൂരം ഇങ്ങനെ ഒരു സംഗമം നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. 1977 ഒരു 2 മാസം മുമ്പ് ഇവിടെ നടത്തിയിരുന്നു. 85 പേരാണ് അന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കുമ്പോൾ ഉണ്ടായത്. 85 പേര്, 13 പേര് മരിച്ചു. ബാക്കി 72 പേരെ നമ്മൾ തപ്പിപ്പിടിച്ചു. അവസാനം കിട്ടിയത് രാധേനെയാണ്. ഏറ്റവും അവസാനം രാധേനെ വേറെ കൂട്ടം എങ്ങനെയും കിട്ടുന്നില്ല. അവസാനം ഇവിടെ പഠിപ്പിന് കുമാരേട്ടനാണ്. അവരോട് ചോദിക്കുമ്പോൾ ഇവിടെ വള്ളിയടി എന്നുള്ളത് കിട്ടി. പിന്നെ എന്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് പി നാരായണൻ കാഞ്ഞങ്ങാട്, അദ്ദേഹം ഇവിടെ പഠിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ അറിയാം, വള്ളിയടി താമസിച്ചാണ് അദ്ദേഹം പഠിച്ചത്. അങ്ങനെയാണ് പറയുന്നത്. വിദ്യാനഗർ റേഡിയോ ആദ്യം നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വിദ്യാനഗർ ജേർണലിസ്റ്റ് നഗർ കോളനിയിലാണ് രാധ താമസിക്കുന്നത്. അങ്ങനെ രാധ ആണ് അവസാനം കിട്ടിയത്. ഇപ്പോൾ ഇന്നത്തെ ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് വിചാരിക്കുമ്പോഴുണ്ടോ അല്ലാത്തതാണ്. പാലയത്തിൽ നമ്പൂരി ചെന്നൈയിൽ നിന്ന് മിനിയാന്നേ പുറപ്പെട്ടു. കോട്ടയത്ത് നിന്ന് വന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, പാലക്കാട് നിന്ന് വന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഈ സഹപാഠികളെ കാണുക, ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്.
ഏറ്റവും ഉദാത്തമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് പഠിച്ചവനാണ്. ഇത് ജീവിതം എന്ന് പറയല് ആരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ, അല്ലേ? എല്ലാ 62 വയസ്സ് കഴിഞ്ഞവരാണ്. 62, 63, 64 ആയവരും ഉണ്ടാവും. എനിക്ക് തന്നെ 62 വയസ്സായി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വീണ്ടും വിദ്യാർത്ഥികളായി തിരിച്ചുപോയി ഒരു ഹോളിൽ ഇരുന്ന് പഴയ അനുഭവങ്ങൾ പറയാ എന്നുള്ളത് അതൊരു ഈശ്വരന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. നമ്മള് ഈ ഇന്നത്തെ ദിനത്തിൽ ഈ വളരെ അതിന്റെ സ്പിരിറ്റോട് കൂടി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യാം. 13 പേരാണ് മരിച്ചുപോയത്. ചന്ദ്രശേഖരൻ നായർ സി A ഡിവിഷനിലായിരുന്നു, മലാമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശേഖരനെ ഓർക്കുമ്പോൾ കണ്ണിൽ ഒന്ന് പൊടിയാതെ, വെള്ളം പൊടിയാതെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ SSLC വിട്ട് കഴിഞ്ഞതിന് ശേഷം നാഷണൽ പെർമിറ്റ് ലോറിയിലെ വണ്ടിയായിട്ട് കൊച്ചി ബോംബെ റൂട്ടിൽ കറങ്ങിയ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ചന്ദ്രശേഖരൻ. അതിനുശേഷം അതൊക്കെ വിട്ടിട്ടൊന്ന് ബസ് ഡ്രൈവറായി. ഇപ്പൊ അവസാന കാലത്ത് പിന്നീട് വീണ്ടും എനിക്ക് ബസ് ഡ്രൈവർ എനിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതേമാതിരി ലോറി എടുത്തിട്ട് ബോംബെയിൽ പോകാൻ തുടങ്ങി. ആ കൊച്ചിയിൽ നിന്ന് ബോംബെയിൽ പോകുന്ന തൃശ്ശൂർ വെച്ചിട്ട് രാത്രി അപകടത്തിൽ മരിച്ചുപോയി ശേഖരൻ. ഇന്ന് നിങ്ങൾക്കറിയാം, അന്ന് മലാമുണ്ട് 9/6/2017 ശേഖരൻ മരിച്ചത്. ആ മലാമുണ്ടിൽ അന്ന് ജനസഞ്ചയം, ആ കൂടിയ ജനസഞ്ചയം ആ ശേഖരനോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു, ഒരു വലിയ ജനാവലിയായിരുന്നു. അതാണ് ശേഖരന്റെ ചന്ദ്രശേഖരൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരാൾ. പിന്നെ കുഞ്ഞിരാമൻ നായർ ടി മലാങ്കൊണ്ട് തന്നെ ഗംഗാരന്റെ അനിയനാണ്. ഗംഗാരൻ ഇവിടെയുണ്ട്. കുഞ്ഞിരാമൻ ദേലമ്പാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ എംപ്ലോയി ആയി റിട്ടയർ ചെയ്തിട്ട് ഇവിടെ വന്നതിന് ശേഷം പലവിധ അസുഖങ്ങൾ വന്നുപെട്ടു. അവസാനം രക്ഷയില്ലാതെ അദ്ദേഹം നമ്മളോട് വിട്ടു പറയാനുണ്ടായി. 8/1/2019 കുഞ്ഞിരാമൻ മരിച്ചു. പിന്നീട് മോഹൻദാസ്, സ്നേഹസമ്പന്നനാണ് മോഹൻദാസ്. മോഹൻദാസ് ഒരു ഊർജ്ജം പ്രസരിപ്പിക്കുന്ന ഒരു സഹപാഠിയാണ് നമ്മൾ. വലിയ സ്പോർട്സ്മാനും ഫുട്ബോൾ നിങ്ങളറിയാം. മോഹൻദാസിന് ആർക്കും മറക്കാൻ പറ്റില്ല. മോഹൻദാസ് വളരെ ഉഷാറായിട്ടുണ്ടായത് നമ്മളെ. പക്ഷെ ഞാൻ കാണുന്ന കാലത്തൊക്കെ അവസാന കാലത്ത് വളരെ സന്തോഷത്തോടെ സംസാരിക്കും. പക്ഷെ ആകസ്മികമായി ഒരു രോഗം പിടിപെട്ട് പെട്ടെന്ന് മരിച്ചു. രോഗത്തിലാണ് 2 ദിവസം ആശുപത്രിയിലായി പറഞ്ഞു കേട്ടത്. പിറ്റേ ദിവസം മോഹൻദാസ് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. വളരെ സങ്കടകരമായ വിയോഗമാണ്. 15/7/2006 മോഹൻദാസ് മരിച്ചു. പിന്നെ രവീന്ദ്രപിള്ള ചാമടി ഇവിടുന്ന് വിട്ടതിന് ശേഷം തീരെ കണ്ടില്ല. ചന്ദ്രൻപിള്ളയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ചന്ദ്രൻപിള്ള ഈ കൂട്ടായ്മക്ക് വേണ്ടി ഏറ്റവും അധികം എന്നെ ഹെൽപ്പ് ചെയ്ത് ചന്ദ്രൻപിള്ള. നിമിഷ നേരം കൊണ്ട് എല്ലാവരും വേറെ കൊണ്ട് ഒരു പരിധി വരെ ചാമടിക്കുന്ന ഭാഗത്തില്ല ചന്ദ്രൻപിള്ളയുടെ കയ്യിലുണ്ടായിരുന്നു. ചന്ദ്രൻപിള്ളയാണ് ഈ രവീന്ദ്രപിള്ളയാണ് നമ്മളോടൊപ്പം ഇല്ലാന്ന് പറഞ്ഞ ഞാൻ ഫോട്ടോ എടുത്തിട്ടായിരുന്നു. സെബാസ്റ്റ്യൻ KV ഓർമ്മയുണ്ടായിരുന്നു അല്ലെ? അന്ന് തന്നെ ഒരു മുതിർന്ന വികമാണ്, പക്വതയില്ല വികമാണ്. നമ്മളൊക്കെ ചെറിയ കുട്ടിയാണെങ്കിലും സെബാസ്റ്റ്യൻ ഒന്ന് വലിയതാണ്, ഫുട്ബോളിന്റെ ആശാനായിരുന്നു. ആ സെബാസ്റ്റ്യൻ 29/11/2013 മരിച്ചു. ശേഷപ്പ തമാശയുടെ ആശാനായിരുന്നു. ശേഷപ്പ ഇവിടുന്ന് സ്കൂൾ വിട്ടതിന് ശേഷം ഗ്രാമീൺ ബാങ്കിന്റെ ഡേ ഡെപ്പോസിറ്റ് കളക്ഷൻ ഏജന്റായിട്ട് ഒരുപാട് വർഷം ജോലി ചെയ്തു. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ബന്ധെടുക്കാൻ ദുഃഖസാന്ദ്രമായ ഒരു ദിവസമായിരുന്നു ശേഷപ്പന്റെ മരണം. 7/3/2017 ശേഷപ്പ മരിച്ചുപോയി. പിന്നെ വിജയകുമാർ വാതിൽമാടി ചന്ദ്രപിള്ള പറഞ്ഞതാണ്. അദ്ദേഹം ചെറിയ 16/11/2011 വിജയകുമാർ ജി. ഗോപാലകൃഷ്ണൻ നായർ വേത്തൂർപ്പാണ്. വളരെ എനർജറ്റിക് ആയ ഒരാളായിരുന്നു. നാട്ടിലെ കാര്യങ്ങളെല്ലാം അന്ന് എന്നെക്കാൾ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ മുമ്പ് കൃഷിയുടെയും നായാട്ടിന്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഒന്നിച്ച് വരുന്ന ഒരു കാലഘട്ടം. ആ ഗോപാലകൃഷ്ണൻ ഒരു ദിവസം പറശ്ശിനിക്കടവ് യാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു. ഒരു മരത്തിന്റെ ലോറി അദ്ദേഹത്തിന്റെ കാറിനിടിച്ച് ആ മരത്തിന്റെ അറ്റം തലക്കിടിക്കുകയൊക്കെ ചെയ്ത് മരിച്ചുപോയ ഒരു ദാരുണമായ ഒരു മരണമായിരുന്നു ഗോപാലകൃഷ്ണൻ മരിച്ചത് 27/5/2016. ഗോപിനാഥൻ നായർ KG മാനടുക്കം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. നമ്മളെ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ഒരു സഹപാഠിയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തിരുന്നു ഗോപിനാഥൻ നായർ KG 14/5/2020. കൃഷ്ണൻ P. ബീമ്പുന്നൻ, ഞാൻ B ക്ലാസ് ആയിരുന്നു അന്ന്. ഇലക്ഷൻ കൃഷ്ണൻ ടിയും നമ്മളെ വളർത്തങ്ങാല് കൃഷ്ണൻ PU ആണ് അന്ന് മത്സരിച്ചത്. എല്ലാം ഓർമ്മയാണ്. കൃഷ്ണൻ P. ബീമ്പുന്നാല് SSLC കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു. KG നായർ അസോസിയേറ്റ്സിൽ ക്ലർക്കായിരുന്നു കാസർഗോഡ്. കൃഷ്ണൻ മരിച്ചുപോയത് 21/6/2011. രാജകുമാരൻ KV പാറാതൻ, അദ്ദേഹം വലിയ മുതിർന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നമ്മുടെ ഫുട്ബോൾ ബാക്കിയുള്ള എല്ലാ സ്പോർട്സ് ഐറ്റത്തിലും കാര്യത്തിലും സജീവമായിരുന്നു. 30/12/1984 അദ്ദേഹം മരിച്ചു. ഇട്ടക്കാട് പത്മിനിയും കല്യാണം കഴിഞ്ഞ് കാണന്തൂർ പോയി. അവിടുന്ന് 11/10/1994 എന്തോ ക്യാൻസർ ബാധിതയാണെന്ന് തോന്നുന്നു. 11/10/1994 മരിച്ചു.
പിന്നെ അവസാനം മീനാക്ഷിയെ മുണ്ടോട്ട് മുന്നാടുന്നതാണ്. പക്ഷെ കുടുംബാംഗങ്ങളുടെ എവിടെയും ഒരു ഫോട്ടോ ഇല്ല. സകലില്ല. അന്നത്തെ കാലം 79 മരിച്ചു. കല്യാണം കഴിഞ്ഞ് വരങ്ക വീട്ടിൽ പോയി 2 മാസം മാത്രമേ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അനുഭവം. ഈ 13 പേര് ഇന്നത്തെ ഈ സംഗമത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വലിയ വ്യക്തിത്വങ്ങളായിരുന്നു, നമ്മളെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അങ്ങനെയുള്ള ആ 13 ആൾക്കാരുടെ ദീപ്തസ്മരണകൾ ഇന്നത്തെ യോഗം വളരെ വളരെ ഫലപ്രദമാക്കി തീർക്കുക. ആ ദീപ്തസ്മരണകൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഒരു നിമിഷം ആഞ്ചിലോയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കൊടുത്ത് പറയാൻ മരിച്ചുപോയി, നമ്മളെങ്ങനെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് സ്നേഹമാണ്, സന്തോഷമാണ് നമ്മുടെ ജീവിതം. 47 വർഷങ്ങൾക്ക് ശേഷം ഒരു ഒത്തുകൂടൽ എന്നത് നമ്മുടെ കുറ്റിക്കോൽ പഞ്ചായത്തിലെ ചരിത്രത്തിന്റെ ഭാഗം. നമ്മളൊന്നും വിദ്യാർത്ഥികളായി ജീവിക്കണം, എന്നും വിദ്യാർത്ഥികളായി ജീവിക്കണം, മരണം വരെ വിദ്യാർത്ഥികളായി ജീവിക്കണം എന്റെ അഭിപ്രായം. 1975 സ്കൂൾ വിട്ട ശേഷം ഞങ്ങൾ കുറെ ആളിങ്ങനെ തെരുവിന്റെ, നമ്മളെ സർവകലാശാല തെരുവാണ്. തെരുവിൽ നിന്ന് കിട്ടിയ മുറിയം അഭിപ്രായങ്ങൾ ഓടിച്ചിരാൻ മുന്നോട്ട് പോയത്. പിന്നെ രാഷ്ട്രീയക്കാരായി. അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നേരത്തെ പത്മവർഷം പെണ്ണു കുഞ്ഞോളും ആണു കുഞ്ഞോളും മിണ്ടിക്കൂടാന്ന് പറഞ്ഞവരെ കണ്ട കൊല്ലുന്ന രാഷ്ട്രീയത്തിലേക്ക്. പിന്നീട് നമുക്കൊരു ഒരു പക്വത വരുന്നത് ഇതെല്ലാം അനുഭവിച്ച് അതിന്റെ ആകുമ്പോൾ മനുഷ്യരെ സഹായിക്കണം തോന്നി. ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പാലിയേറ്റീവ് കെയർ രംഗത്താണ്. അത് രാഷ്ട്രീയത്തിലും അതെ, വേറെ പ്രവർത്തനത്തിലും എല്ലാം. വിദ്യാർത്ഥികളെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഒരു പ്രഭാവം പരത്താൻ ആ അധ്യാപകന് കഴിഞ്ഞു എന്നത് ശ്രീധരൻ മാഷ് നമ്മൾ ഓർക്കേണ്ടതാണ്. വലിയ അധ്യാപകനാണ്. എല്ലാവരും ഉഷാറോടെ ആയിരിക്കണം ഇവിടുന്ന് പിരിയുന്നത്. പുതിയ അനുഭവങ്ങളും പുതിയ തീരുമാനങ്ങളും പുതിയ ചർച്ചകളും നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക് നീങ്ങണം എന്ന കാര്യത്തിൽ ഇപ്പൊ നമുക്ക് നിർദ്ദേശം നൽകിയവർ തന്നെ ഇതിന്റെ നേതാക്കളായി നമ്മൾ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചറെ ബഹുമാനത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു, വിനയത്തോടെ ക്ഷണിക്കുന്നു. അതായത് നിങ്ങൾ 1ാം ക്ലാസ്സിൽ ചേർത്തതും 5ാം ക്ലാസ്സിൽ ചേർത്തതും 8ാം ക്ലാസ്സിൽ ചേർത്തതും ഉള്ള അഡ്മിഷന്റെ ആപ്ലിക്കേഷൻ ഫോമാണ്. കുത്തിവെപ്പിന്റെ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവുക. അപ്പോഴെല്ലാം എന്റെ മനസ്സന്ന് ഒരുപാട് പുറകിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പൊ ഞാൻ ഓർക്കും ഇവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ അതിലൊരു പിടി ആൾക്കാരെ എനിക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് എന്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വേണുഗോപാലൻ സാറും എത്തിയിട്ടുണ്ട്. ഞാനും സാറിനെ സ്വാഗതം ചെയ്യുന്നു. ജോലി സംബന്ധമായും മറ്റും ഇതര സംസ്ഥാനത്തും ജില്ലയിലും താമസമാക്കിയവർ കൂടിയും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കൂടെ പഠിച്ചവരെ ഒരു നോക്ക് കാണാൻ എത്തി. 47 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ സമാഗമം നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണ്. ഏതായാലും പത്മാക്ഷനും വേണു ഞാൻ അടുത്തടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് കാണുമായിരുന്നു. ആ പഴയ സ്കൂളിൽ നിന്ന് കൂട്ടുകാരാണ്, ചങ്ങാതികളാണ് എന്നുള്ള തോന്നൽ അപ്പോഴുണ്ടായിരുന്നു. എന്നിരിക്കലും ഈ നമ്മുടെ പഴയ SSLC കൂട്ടായ്മ യാഥാർത്ഥ്യമായി വരുമെന്നുള്ള തോന്നൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇപ്പൊ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ 90% ക്രെഡിറ്റും പത്മാക്ഷന് മാത്രമാണ്. പത്മാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്തതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇന്നത്തെ രീതിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളും ഷെയർ ചെയ്യാനുള്ള വേദിയാണ്. നമ്മുടെ അധ്യക്ഷനായ നമ്മുടെ സഹപാഠി ശ്രീ മാധവൻ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പുതിയ സമ്പർക്കത്തിൽ നിന്നുള്ള അനുഭവങ്ങളും നമ്മളോട് പങ്കുവച്ചു. അങ്ങനെ നമ്മൾക്ക് ഓരോ പേർക്കും പങ്കുവെക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കലായിട്ടുള്ള ഈ ടെക്നോളജിയുടെ ആധിക്യത്തിൽ നമ്മളൊക്കെ വൃദ്ധങ്ങളായിട്ടും. നമ്മുടെ ക്ലാസ്സിലെ A ഡിവിഷനിൽ അരുൺകുമാർ നമ്പർ 1 പത്മാക്ഷണം എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്.
29ാമത്തെ വയസ്സിലാണ് ഞാൻ ജോലിയിൽ ചേരുന്നത്. എംപ്ലോയ്മെന്റ് മുഖാന്തരമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. എനിക്ക് 2 കുട്ടികളാണ്. മൂത്തത് ആൺകുട്ടി, അവൻ കല്യാണം കഴിഞ്ഞു, ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് പെൺകുട്ടിയാണ്, അവള് BSc ബോട്ടണി ഗവൺമെന്റ് കോളേജ് കാസർഗോഡിൽ പഠിക്കുന്നുണ്ട്. എയിലെ 2ാം നമ്പർ ബാബുരാജൻ. ഞാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ഗവൺമെന്റ് കോളേജിലെ പ്രീ ഡിഗ്രിക്ക് പോയി. TTC കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തിരിച്ചു നോക്കേണ്ടി വന്നില്ല. ഉടനെ എംപ്ലോയ്മെന്റ് കിട്ടി, പിന്നെ PSc കിട്ടി. അതിനിടയ്ക്ക് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി പ്രൈവറ്റായിട്ട് എഴുതി. തലശ്ശേരി പോയിട്ട് B.Ed എടുത്തു. ഇതേ സ്കൂളിൽ തന്നെ ഹൈസ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. ഭാര്യ ചാമുണ്ടിക്കുന്ന് സ്കൂളിലെ ടീച്ചറാണ്. മോള് മൂത്തത്, അവള് PhD ചെയ്യാണ്. മോൻ 2ാമത്താണ്, അവൻ MSc ഫിസിക്സ്. ഈ 2ആളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 10-12 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കിട്ടുന്ന സംഗതി ഒന്നും സത്യം പറഞ്ഞാൽ ഒന്നും ഒന്നും ഒരു എത്തും പിടിയില്ലായിരുന്നു. അതേപോലെ വൈകുന്നേരം 10-12 കിലോമീറ്റർ തിരിച്ചും ആ ഒരു കാലം ഓർക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ ചെന്നൈയിലാണ് താമസം. അവിടെ വീടൊക്കെ വെച്ച് സ്ഥിരതാമസമായി. ഇപ്പോൾ ഒരു ചെന്നൈക്കാരനായി. ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ എത്തിച്ചേർന്നത് നിങ്ങളെല്ലാവരും കാണണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്ന് ഇത് സംഭവിച്ച് ഫുൾ ക്രെഡിറ്റ് നമ്മുടെ പൽപാഷന് തന്നെയാണ്. ഒരു ജോലിയും സ്ഥിരമായി ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ. എല്ലാം പരീക്ഷണം നടത്തും. ഇത് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. ഒന്നിനും ഒരു തോൽവി എന്തെങ്കിലും ഒന്ന് ചെയ്ത് അത് തോൽവിയുടെ ഉടനെ നിർത്തുക, അടുത്തയിലേക്ക് കാൽ വെക്കുക. വിനയം, നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക. ഇത് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് ഏറ്റവും നമുക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണ്. വിനയം, മറ്റുള്ളവരെ അംഗീകരിക്കുക, ബഹുമാനിക്കുക. എനിക്ക് ഭാര്യ, ഒരു മകൾ, മകളുടെ കല്യാണം കഴിഞ്ഞു. മകളുടെ ഭർത്താവൊക്കെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ബാബുമാഷിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞ പോലെ 10-12 കിലോമീറ്റർ നടന്ന് ഞങ്ങളന്നൊരു ചാമുണ്ടിക്കുന്ന് ബാച്ചായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങള് ഇവര് ബസ്സിൽ വരുന്നവരും ഞങ്ങൾ നടന്നു വരുന്നവരും 12 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. അപ്പൊ ഞാൻ 75 ഇവിടുന്ന് SLC എഴുതി. അന്ന് ഒരു 131 മാർക്കായിരുന്നു SLCക്ക്. എന്നാൽ ഞാനിപ്പോ റിട്ടയർ ചെയ്യുന്നത് ഒരു കോളേജിലെ സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, എങ്ങനെ ഈ സീനിയർ സൂപ്രണ്ടായി 10ാം ക്ലാസ് തോറ്റൊരാളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1983 മാർച്ചില് ഈ സ്കൂളിൽ തന്നെ വന്ന് 2ാമത് SLC എഴുതി. അന്ന് നമ്മുടെ പത്നാശം പറഞ്ഞ 240 മാർക്ക് വേണമായിരുന്നു നമുക്ക് ജയിക്കുക. പക്ഷെ എനിക്ക് അന്ന് നമ്മുടെ ഇത് മാറി 210 മാർക്ക് വേണം. അതായത് ഒരു വിഷയത്തിൽ 90, മറ്റേ 120, അങ്ങനെ 210 മാർക്ക് വേണമായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിലെ പിയൂണായിട്ടാണ് കയറുന്നത്. NSS കോളേജ്. പിന്നെ ആദ്യം കയറുന്നത് നെന്മാറ NSS കോളേജിലായിരുന്നു. അവിടുന്ന് ഇരിക്കുമ്പോഴാണ് എന്നാ 10ാം ക്ലാസ് എഴുതിക്കാൻ ജയിക്കാൻ സ്വന്തമായിട്ട് നോക്കി ആലോചിച്ചാണ്. അവിടുന്ന് ഇങ്ങനെ ഇരുന്ന് അവിടെ ഞാൻ നോക്കി ആരും അറിയാതെ എഴുതാമെന്നായിരുന്നു. അവിടെ സ്കൂളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി. സെപ്റ്റംബറിൽ അവിടെ അഡ്മിഷൻ പറഞ്ഞു പറ്റില്ല, അവിടെ എന്തെങ്കിലും പറ്റിയ സ്കൂളിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് മാർച്ചിലേക്ക് മാറ്റി. അടുത്ത മാർച്ചിൽ ഇവിടെ വന്ന് ഈ 83 മാർച്ചിൽ ഇവിടെ എഴുതി, അത് പാസ്സായി. ആ പിയൂണിന്റെ പോസ്റ്റ് അന്നേരം മാറിയുണ്ട്. ഞാൻ ക്ലർക്കായി. പിന്നെ ഗവൺമെന്റ് നടത്തുന്ന അക്കൗണ്ടൻസികളെല്ലാം പാസ്സായി കഴിഞ്ഞിട്ടാണ് പിന്നെ LD-ന്ന് UD ആയി, HA ആയി, ജൂനിയർ സൂപ്രണ്ടായി, സീനിയർ സൂപ്രണ്ടായിട്ട് അങ്ങനെ 33 വർഷം കോളേജിൽ സർവീസ് ചെയ്തു. അപ്പൊ ഞാൻ പാലക്കാട് സെറ്റിലാണ്. ഭാര്യയ്ക്ക് ജോലിയില്ല, ഭാര്യ തലപ്പറമ്പുകാരിയാണ്. പിന്നെ 2 മക്കളെ, മാള് M.Com നെറ്റെല്ലാം കഴിഞ്ഞപ്പോൾ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കേട്ടിട്ടുണ്ട്. മകൻ ഡിഗ്രി കഴിഞ്ഞു, ജോലിയൊന്നും ചെയ്യായിട്ടില്ല, നിൽക്കുന്നു. എല്ലാവരും കണ്ട് സന്തോഷം. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. അതിനകത്ത് എന്റെ ഭാര്യയൊക്കെ ഇതുപോലെ അവര് പഠിച്ച സ്കൂളിൽ, തലപ്പുറം സ്കൂളിൽ ഇതുപോലെ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്താ കൂട്ടായ്മ. ഏതായാലും എല്ലാവരും കണ്ടൊരു സന്തോഷം. ഇപ്പൊ ഞാൻ അവിടെ പോവാണ്. ഭക്ഷണം ലക്ഷ്യം കഴിച്ചാൽ എനിക്ക് പാലക്കാട് എത്തേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ടൊരു സന്തോഷം. ഇനി ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയിച്ചാൽ മതി. അതിൽ നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്റെ പേര് നാരായണൻ. ഞാൻ പുതുഞ്ചേരിയിലാണ് താമസം. എനിക്ക് 2 മക്കളാണ്, ഒരു മോൻ, ഒരു മകൾ. 10ാം ക്ലാസ്സിൽ 215 മാർക്ക് ഞാൻ തോറ്റവരാണ്. വളരെയധികം സന്തോഷിക്കുന്ന അച്ഛനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പശുക്കൾ, ഒരു 10 കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒരു പച്ചക്കറി, പുനഃകൃഷി, ഇതെല്ലാം അതിന് കാവല്, പച്ചക്കറി രാവിലെ വളമൊഴിക്കൽ, ഇത് ഞാൻ തോറ്റു എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമായി. എന്നെ സഹായിക്കുന്ന ഒരാളെ പറ്റിയുള്ളത്. രാത്രി കാവൽ പന്തലിൽ
രാവിലെ പുലർച്ചെ 3 മണിക്ക് മുതൽ പച്ചക്കറി കൃഷിയിൽ വരവഴിക്കലും അത് കഴിഞ്ഞ് 7 തൊട്ട് കാലിന് പുറത്ത് കാലിനൊക്കെ പോലും ഒരുപാട് ശ്രമത്തോളം സത്യമുണ്ട്. പക്ഷെ എന്നാലും 3 നേരം ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയാൻ പറ്റില്ല. വേണമെന്നാണ് ഞാൻ ഇവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്താ പറയുക ആക്സിഡന്റിൽ പറ്റിയവർക്ക് ഒന്നിച്ചുകൂടി പരീക്ഷ എഴുതാൻ പറ്റിയില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അത്. പിന്നെ അതിനുശേഷം വന്നിട്ട് ഞാൻ എന്തോ കുറച്ച് വീട്ടിലിങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 10-11 വർഷം ചേട്ടൻ ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി 10-27 കൊല്ലാടെ നിന്നു. ഇപ്പം എല്ലാം കൂടി അതെല്ലാം മതിയാക്കി വന്നു. 2 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കല്യാണം കഴിച്ചു 2 കുട്ടികളുണ്ട്. ഒരു മകനും ഒരു മകളും. മകൻ കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട്. മകനും കല്യാണം കഴിഞ്ഞു. 2 കുട്ടികൾ വർക്കുമുണ്ട്. പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷിയായിട്ടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയി. റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കുറച്ച് കമുകുണ്ട്. അങ്ങനെ കുടുംബജീവിതമായിട്ട് ജീവിക്കുന്നു. ഞാൻ 1985 കല്യാണം കഴിച്ചു. എനിക്ക് 3 കുട്ടികളാണ്. മൂത്തത് 2 പെൺകുട്ടികൾ. അവരെ കല്യാണം കഴിച്ചു. നേഴ്സുമാരായിരുന്നു. അവരെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഇളയൊരു കുട്ടി ചെറുക്കന ആൺകുട്ടിയാണ്. അവനൊപ്പം ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് താമസിക്കുന്നു. കുഴപ്പമില്ല, സുഖമായിട്ടൊക്കെ പോകുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ച് വളരെയധികം പേര് ശാരദ എന്നാണ്. പഠിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം എനിക്ക് 75 ഡിസംബറിൽ തന്നെ കല്യാണം കഴിഞ്ഞു. 4 കുട്ടികളായി. 4 പെൺകുട്ടികളാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു. ഭർത്താവിന് അസുഖമൊന്നുമില്ല. സന്തോഷ ജീവിതം. ബാലകൃഷ്ണൻ നായർ ഇ. ഞങ്ങൾ 2 ബാലകൃഷ്ണന്മാരുണ്ടായിരുന്നു. നമ്മുടെ എയിലൊരാള് ബിയിലൊരാള്. ബിയില് ബാലകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. 1975 SLC ബാച്ചിൽ നമ്മള് 112ഓളം കുട്ടികളുണ്ടായിരുന്നു. അതിൽ 12 പേരാണ് SLC പാസ്സായത് എന്റെ ഓർമ്മയിൽ. അതില് പാസ്സായ ഭാഗ്യവാന്മാരുടെ ഒരാളാണ് ഞാൻ. വിത്ത് ഫസ്റ്റ് ക്ലാസ്. അന്ന് എനിക്ക് മാത്രമേ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ വർഷത്തെ റിസൾട്ടിൽ. ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ജോയിൻ ചെയ്തു. പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. 2 വർഷം പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. ആ വിഷയം ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ തന്നെ BSc മാത്തമാറ്റിക്സ് എടുത്ത് പഠിച്ചു. അപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ കണ്ണൂർ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. പിന്നീടാണ് ഫെഡറൽ ബാങ്കിൽ കിട്ടുന്നത്. അങ്ങനെ ഫെഡറൽ ബാങ്കിൽ ഞാൻ 1984 ഫെഡറൽ ബാങ്കിന്റെ നിലമ്പൂർ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. എന്റെ പേര് വേണുഗോപാൽ. വഴിത്തിരിവിലൂടെയാണ് ഞാൻ ഇന്ന് ഈ നില എത്തിച്ചേർന്നിരിക്കുന്നത്. ആ 12 പേർ ജയിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. വർഷം ഞാൻ എന്റെ വീട്ടിൽ തന്നെ കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. പിറ്റേ കൊല്ലം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ല. അന്നത്തെ കാലത്ത് എഡ്യൂക്കേഷനെ പറ്റിയോ ഫർദർ എഡ്യൂക്കേഷനെ പറ്റിയോ ആർക്കൊരു വിവരമില്ലല്ലോ. അങ്ങനെ കൃഷിയും പരിവാരങ്ങളും കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് എന്റെ വീട് ശങ്കരമ്പാടി പഠിപ്പായിരുന്നു. ഞാൻ ഡെയിലി പത്രം വായിക്കാൻ വന്നപ്പോൾ എനിക്ക് നനഞ്ഞ ഒരു കവറില്, ഒരു മഞ്ഞ കവറിൽ ഞാൻ ഓർക്കുന്നു, ക്യാപിറ്റൽ ലെറ്ററിൽ വേണു VNU എന്നൊരു കവറ് ഒരു ബാലൻ എന്ന് പറഞ്ഞ ഷോപ്പ് കീപ്പർ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഞാൻ പെട്ടെന്ന്, എനിക്കാരും തരാനില്ലല്ലോ, അന്നത്തെ പോസ്റ്റലില്ല, മൊബൈലില്ല, മറ്റേ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. പെട്ടെന്ന് ഞാൻ കവർ തുറക്കുമ്പോഴേക്കും അതിന് മറുഭാഗത്ത് സെന്റേഴ്സിന്റെ പേരും ഇല്ല. അപ്പം ഞാൻ ആരോരു സാധാരണ കൂലി വേല ചെയ്യുന്ന ഒരാളുടെ കൈവശമാണ് ആ കത്ത് കൊടുത്തത്. കത്ത് തുറന്നുമ്പോഴേക്കും പ്രീ ഡിഗ്രിയുടെ അപ്ലിക്കേഷൻ ഫോറം ആരോട് എവിടുന്ന് അയച്ചു എനിക്ക് യാതൊരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്, എന്റെ മുമ്പിലിരിക്കുന്ന പ്രഭാകരൻ, അദ്ദേഹത്തിന് എനിക്ക് കഴിയുന്ന വേണ്ടി കാണും. നമ്മൾ 12 കുട്ടികൾ ജയിച്ചൊരു വീട് മാത്രം കോളേജിൽ വന്നില്ലല്ലോ, അതിനെന്ത് പറ്റി? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അയാൾ കോളേജിൽ പഠിക്കാൻ നിവൃത്തിയില്ലാതെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വാഴ കൃഷിയും കഴിഞ്ഞ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പെട്ടെന്ന് ഞാനൊന്നും നോക്കിയില്ല, ആ അപേക്ഷ പൂരിപ്പിച്ച് ഗവൺമെന്റ് കോളേജിൽ കൊടുത്തു. പെട്ടെന്ന് കോളേജിൽ വന്നു. എനിക്ക് പ്രീ ഡിഗ്രിയിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിച്ച് നല്ല മാർക്കോട് ഡിഗ്രി പാസ്സായി. പിന്നീട് ഞാൻ പ്രൈവറ്റ് MA ഇംഗ്ലീഷിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പ്രീവിയസ് ഇയർ പാസ്സായിട്ട് അടുത്ത എക്സാമിനേഷൻ വരുമ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർ ജോലി കിട്ടി. ശങ്കരമ്പാടി ആദ്യമായിട്ട് പോസ്റ്റ് മാസ്റ്റർ. പിന്നെ എനിക്കൊന്ന് ജീവിക്കാൻ പഠനത്തെക്കാൾ വലുത് ജോലിയല്ലേ. അങ്ങനെ ആ ജോലി ഞാൻ സ്വീകരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ പാരലൽ കോളേജിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. അന്ന് ഇംഗ്ലീഷ് അധ്യാപകൻ അവർ വളരെ കുറവായിരുന്നു. വീണ് MA ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ക്ലാസ് എടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ പാരലൽ കോളേജിൽ ഒരു കുറച്ച് മാസങ്ങളാണ് ക്ലാസ് എടുത്തു. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ,
എന്റെ അന്ന് ക്ലാസ് കുട്ടികളാണ് ഇന്ന് ഗവൺമെന്റ് കോളേജിൽ. കാരണം അവർ അതുപോലെ ഹയർ സ്റ്റഡീസ് ഓരോരുത്തരുണ്ടെങ്കിലും ചെറിയ കാലങ്ങളിൽ ക്ലാസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയ കുട്ടികൾ നമ്മുടെ ഹരിക്കുറുപ്പ്, അതേപോലെ ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഇതുപോലെ ബേത്തൂർപ്പാറ ശശി, അദ്ദേഹം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ്. ബേത്തൂർപ്പാറ സ്കൂളിൽ സണ്ണിവാഷ്, അയാൾ ഒരു പ്രൈമറി സ്കൂൾ HM ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിനോദ് SI, ഓരോ വിനോദ് SI, ഇവരൊക്കെ എന്റെ സ്റ്റുഡന്റ്. ഏത് സമയത്ത് ടൗണിൽ പോകുമ്പോൾ ഇവരൊക്കെ എന്നെ കാണുമ്പോൾ അത്രയും സന്തോഷം സ്നേഹത്തോടുകൂടി ക്ഷയിക്കാൻ ചെയ്തിട്ട് അവർ പോകാറുണ്ട്. ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരാണ് ഈ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മൾക്കിനി ചിന്തിക്കാൻ പിന്നിലോട്ടുള്ള കാര്യമേ കൂടുതലുള്ളൂ, മുന്നിലോട്ടുള്ള കാര്യം അത്ര ചിന്തിക്കാനില്ലെങ്കിലും നമ്മൾ ആ പഴയ ആ കാലങ്ങളൊക്കെ ചിന്തിച്ച് ഇനിയും ഈ കൂട്ടായ്മ ഇവിടെ വെച്ച് നിർത്താതെ കണ്ട് ഇത് മുന്നോട്ട് പോകണം എന്ന് മാത്രം. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഇതേ സ്പിരിറ്റും ഇതേ ഒരു എൻകറേജ്മെന്റ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. SSLC ഞാൻ ഫെയിലായിരുന്നു. രണ്ടാമത് കിങ്സ് കോളേജ് ഉണ്ടായിരുന്നു. കിങ്സ് കോളേജ് പഠിച്ച് SSLC എടുത്തു. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗ് വഴി 1 വർഷം പഠിച്ചപ്പോൾ അത് മതിയായി. പിന്നെ അവിടുന്ന് എക്സ്റേ പഠിക്കാൻ പോയി. കോട്ടയത്തെ MGM-ലായിരുന്നു. എക്സ്റേ പഠിച്ച് കുറെ കാലം ജോലി ചെയ്ത് പിന്നെ കല്യാണം കഴിഞ്ഞു. കുറെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് മക്കളെ ഒരു വഴിക്ക് എത്തിച്ച് ഇപ്പം മക്കള് ചെറിയ മോൻ B.Tech കഴിഞ്ഞു, വലിയ മോൻ ആനിമേഷൻ കഴിഞ്ഞു, മോള് B.Tech കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു വിധം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ പത്മാഷൻ അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നമ്പർ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ നടത്തുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പത്മാഷൻ മനസ്സിലാച്ചു ഇത് ആരാ, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല ആളാരാന്ന്. ഇപ്പം കണ്ടപ്പോഴാണ് ഞാൻ കണ്ട പത്മാഷൻ ഇതായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എന്റെ ഭർത്താവ് ദേവദാസ് കണ്ണൂർ. കുറ്റിക്കോട് ടൗണിൽ തന്നെ വീട് കെട്ടിയിരുന്നു. നേരത്തെ കുറച്ച് മുമ്പ് അവിടെയായിരുന്നു. കുറ്റിക്കോട് ടൗണിൽ തന്നെ വീട് കെട്ടി താമസിച്ചിരുന്നു. ആദായം വെച്ച ഏരിയയാണ്. ആദ്യം കൃഷി ഉണ്ടായിരുന്നു കുറെ, പിന്നെ ആദ്യം വിട്ട് എങ്ങനെ തിരിച്ചു തന്നെ ആദായത്തിൽ ഏരിയയിലേക്ക് എത്തി. പകുതി ആൾക്കാരെ അറിയില്ല ഊരിൻ്റെ ആളെയൊന്നും. അവരെല്ലാം കണ്ടെത്താൻ ഈ വേദി ഒരു നിമിത്തമായി എന്നുള്ളത് വലിയൊരു ഇത്. ഞാൻ പത്മാസനോട് പറഞ്ഞു ഇവരെല്ലാം കണ്ടെത്തിയ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നതല്ല. അവരെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റി, സംസാരിക്കാനും പറ്റി. അവരെ മുഖമൊന്നും ഓർമ്മയായി. എല്ലാവരും ഏകദേശം ആളെ മുഖം ഓർമ്മയില്ല. ഇപ്പം അത് കാണുമ്പോൾ കൂടി കുറച്ച് കാലത്തേക്ക് കൂടി ഓർമ്മ നിൽക്കും. 3 മക്കളാണ്. മോള് സിംഗപ്പൂരിലുണ്ട്, കല്യാണം കഴിഞ്ഞു. 2 മക്കളുണ്ട്. മകൻ ബാംഗ്ലൂരുണ്ട്, മറ്റൊരു മകൻ കുറ്റിക്കോട് തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നെ ആഗ്രഹം എനിക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നിട്ട് എന്നെ നേഴ്സിങ്ങിന് ശ്രീകണ്ഠാപുരത്ത് പഠിക്കാൻ വിട്ടു. അവിടെ പഠിച്ച് ജോലിയും പ്രാക്ടീസും ചെയ്തു. പിന്നെ അവിടെ നിന്ന് മംഗലാപുരത്തും അങ്ങാടിപ്പുറം കോഴിക്കോടിനപ്പുറവും ഇങ്ങനെ ജോലി ചെയ്തു കുറച്ച് നാള്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞ് വേറൊരു ഡോക്ടറുടെ കൂടെ കൂടാൻ സാധിച്ചു. അവിടെ വെച്ച് ആ ഡോക്ടറിന്റെ കൂടെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. അവരായിട്ട് പിന്നെ കല്യാണമായി, ലവ് മാരേജായി. അത് കഴിഞ്ഞ് പിന്നീട് കുവൈറ്റിന് പോയി 2 വർഷം അവിടെ ജോലി ചെയ്തു. കുവൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞ് കല്യാണമൊക്കെ ആയി. ഇങ്ങനെ 2 കുട്ടികളുമായി, ഒരാണും ഒരു പെണ്ണും. പെണ്ണ് നേഴ്സിംഗ് പഠിച്ച് ജോലിയായി. പിന്നെ മോൻ ഒരു ഇരുമ്പിന്റെ ബിസിനസ്സാണ്. മോന് 2 കുട്ടികളും, മോൾക്ക് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം പോകുന്നു. എല്ലാവരെയും കണ്ട മുഖഭാവമൊക്കെ കണ്ടപ്പം കുറേ പേരെയൊക്കെ മനസ്സിലായി. സുഭാഷിണി, പിന്നെ രോഹിണി, ഇങ്ങനെ കുറേ പേരെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ലില്ലി, റോസമ്മ, പിന്നെ കുറച്ച് പേരെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒത്തിരി വർഷമായില്ല, 40-47 വർഷമായില്ല കണ്ടിട്ട്. ഞാനൊരു പാട്ടും കൂടി പാടിയേക്കാം. ഈ രമ്യതാരയിൽ അരുതാത്തതില്ലല്ലോ, ഈ രാത്രി പകലായി മാറുമ്പോൾ, ഈ രാത്രി പകലായി മാറുമ്പോൾ. ഞാൻ മാനന്തക്കാണ് താമസം. ഇപ്പൊ കച്ചവടമാണ്. മൂത്ത മകള് B.Com കഴിഞ്ഞ് അവളെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. 2ാമത്തെ മകൻ B.Tech ആണ്. 3ാമത്തെ മകള് M.Com-ന് പഠിക്കുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ദിവസം പഠിത്തത്തിലൊന്നും പോയില്ല. വീട്ടിൽ തന്നെ ആയിരുന്നു. കുറ്റിപ്പുഴയിലായിട്ട് 4 വർഷം കഴിഞ്ഞു കൂടി. അതിനുശേഷം ഞാൻ ബന്ധെടുക്കാൻ 36 വർഷം ജോലി ചെയ്തു. അതുകൊണ്ട് ടൗണിൽ കഴിയുന്ന എല്ലാവരായിട്ടും നമ്മുടെ സഹപാഠികളെല്ലാം നമുക്കറിയാം. ഏറെ പേർക്കും എന്നെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇപ്പോഴും സമയം തന്നെയുണ്ട്. സുബ്രയിൽ നിന്ന് 4 വർഷമായിട്ട് വീട്ടിൽ നിന്നു. വീണ്ടും ഞാൻ ബന്ധെടുക്കാൻ ജനപ്രിയ സ്റ്റോറിൽ ഇപ്പോഴും ജോലി ചെയ്ത് രണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ പ്രായത്തിൽ സെയിൽസ്മാൻ്റെ പണിയാണ്. മൂത്ത കുട്ടി B.Com കഴിഞ്ഞു, കല്യാണം കഴിച്ചു കൊടുത്തു. 2 ആൺകുട്ടികളുണ്ട്. 2ാമത്തെ കുട്ടി BA കഴിഞ്ഞു, TDC കഴിഞ്ഞു. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് 2 ആൺകുട്ടികളുണ്ട്. ചെറിയ കുട്ടി കഴിഞ്ഞ വർഷമാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അവർ
MSc B.Ed കഴിഞ്ഞു. ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സ്കൂളിൽ ജോലി ചെയ്ത് വരുന്നു. ഞാൻ അന്നത്തെ 12ൽ പെട്ട ഒരാളല്ല. ഈ ട്രേഡിങ് കഴിഞ്ഞു, പിന്നെ കോഴിക്കോട് പ്രോപ്പർട്ടി ട്രെയിനിങ് കഴിച്ചു. പെരുമ്പള സർവീസ് പ്രോപ്പർട്ടി ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് കിട്ടി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കാസർഗോഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നൊരു വലിയ സ്ഥാപനം കേരളത്തിൽ, അവിടെ അപ്പോയിൻമെന്റ് കിട്ടുമ്പോൾ ഞാൻ അത് വിട്ടിട്ട് വന്നു. കുറച്ചിങ്ങോട്ടായില്ല തന്നിട്ട്. പക്ഷേ ഇപ്പോഴും പെരുമ്പള സർവീസ് പ്രോപ്പർട്ടി ബാങ്കാണ് വലിയ ബാങ്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ 8 വർഷം കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ജില്ലാ ബാങ്കിൽ ജോയിൻ ചെയ്തു. കാസർഗോഡ് ജില്ലാ ബാങ്കിൽ വിവിധ ബ്രാഞ്ചുകളുണ്ട്. വെട്ടിയെടുക്ക, പാലക്കുന്ന്, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളിൽ ബ്രാഞ്ച് മാനേജറായിട്ട് ജോലി ചെയ്തു. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് താമസിക്കുന്നു. ഇത് ഭാര്യ വീട് വിദ്യാനഗർ ചിന്മയ കോളനി തന്നെ. ഹൗസ് വൈഫാണ്. ഏകമകൾ. അത് ബിടെക് കഴിഞ്ഞു. 3 വർഷം ചെന്നൈക്ക് ജോലി ചെയ്തു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് പോയി. മരുമകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ദുബായിൽ. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ മകൾക്ക് ചെറിയ കുട്ടി വന്നിട്ട് വിദ്യാനഗർ വീട്ടിലുണ്ട്. അവിടെ ഒരു വർഷത്തെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ കുട്ടിക്ക് കൊണ്ട് പോകും. ഇതാണ് കുടുംബ പശ്ചാത്തലം. നമ്മളാക്കിയ അധ്യാപകരെ എനിക്ക് 2 വാക്കിൽ നിങ്ങളുടെ സമ്മതത്തോടെ അനുസ്മരിക്കാതിരിക്കാൻ പറ്റും. നാരായണൻ പേരിയ അന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കും, ഒരു കയ്യിൽ ടെക്സ്റ്റ് കൊടുക്കുക, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ആ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും മനസ്സിലിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കും ഇങ്ങനെ കോടർ പിടിക്കും. നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മലയാളത്തിന്റെ ഏതെങ്കിലും വശത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാരായണൻ പേരിയ മാഷ് എന്നുള്ള അധ്യാപകന്റെ കുമാരൻ മാഷ്. ഞാൻ നമ്മൾ വന്നിട്ട് പോയിട്ട് കണ്ടു. കുമാരൻ മാഷ് കാലത്തോട്ട് വന്നിച്ച് വന്നതാണ്. അറിവിന്റെ പാരാവാരം ഈ സ്കൂളിൽ നിന്ന് നേടിയ നേട്ടങ്ങളിൽ ഒന്ന് കുമാരൻ മാഷ് കീഴിൽ ശിഷ്യനായി എന്നുള്ളതാണ്. ശ്രീധര മാഷ്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വാത്സല്യ ശിഷ്യനായിരുന്നു ശ്രീധര മാഷ് അല്ലേ? നമ്മൾ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ ശ്രീധര മാഷ് ഇവിടുന്ന് നടത്തം തുടങ്ങിയാൽ മതി. അകത്ത് ചെല്ലുമ്പോഴേക്ക് നേർത്ത് വരും. ആ സൗണ്ട് എല്ലാവരും അകത്ത് കടന്നിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ശ്രീധര മാഷ്. എവിടെയുണ്ട് അധ്യാപകൻ എനിക്കറിയില്ല. അത്രമേ എന്ത് പറയലും കുട്ടികളോട് സ്നേഹവും പഠിപ്പിക്കാനുള്ള കഴിവും ഇംഗ്ലീഷും മാത്സും കൈകാര്യം ചെയ്യാനുള്ള അസാധ്യമായ കഴിവും ആ അധ്യാപകനെ ഓർക്കാതെ ഇനി സംഭവം മുമ്പോട്ട് പോയില്ല. പിന്നെ രാധാകൃഷ്ണ റാവു എന്ന ഹെഡ് മാഷ് ഇങ്ങനെ കാലം ഒരു ചുണ്ടൻകാരിൽ നിന്ന് ഇങ്ങനെ ഉയർന്നുകൊണ്ട് പഠിപ്പിക്കലാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഫെയർ രൂപ വാച്ച് ഊരിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് അതിനെ തിരിച്ചുകൊണ്ട് പഠിപ്പിക്കുക. അങ്ങനെയുള്ള രാധാകൃഷ്ണ മാഷ് ഇവരൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാണ് അന്നത്തെ ഈ പരിമിതമായ സാഹചര്യത്തിൽ നമ്മൾ കര കയറിയത് അല്ലെങ്കിൽ ഇവിടുന്ന് പാസ്സായി പോയത് എന്നാണ് എനിക്ക് പറയുന്നത്. ഇന്നത്തെ ഈ സംഗമം വളരെ നല്ലതായി. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായത് ഇവിടെ തൊട്ടടുത്ത് 3 കിലോമീറ്റർ ഒപ്പം വരാമെന്നാണ്. പക്ഷെ ഞാൻ നടന്നു വന്നു. ഇവിടുന്ന് വള്ളഞ്ചിയിൽ 8 മൈൽ നടന്നിട്ട് വരും. എൻ്റെ വെല്ലിച്ചൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. 8 മൈൽ ഇങ്ങോട്ടും 8 മൈൽ അങ്ങോട്ടും. ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ റോഡിൽ അങ്ങോട്ട് പോകുമ്പോൾ ആ മലയോര വികസനത്തിന്റെ ഭാഗമായി ആ റോഡ് കാണുമ്പോഴൊക്കെ നമ്മൾ ഈ റോഡ് ഇവിടെ നടന്നിട്ടാണോ പഠിച്ചത് എന്നുള്ള എൻ്റെ മകൾക്കൊന്നും പറഞ്ഞാൽ വിശ്വാസമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പഠിത്തമായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ആ രീതിയിലുള്ള ബാല്യകാലമാണ്. UP സ്കൂളിലൂടെ പഠിച്ച ആളായതുകൊണ്ട് വേണുഗോപാല മാഷ് സംഗീത മാഷെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളാണ്. സംഗീതത്തിന്റെ 4 അയലത്തേക്ക് എത്തിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം സാരി ഗാമ ബാധനിസ സാരി ധർമ്മ മകരിസ എന്നിങ്ങനെ ബോർഡിൽ എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. അതിൽ എന്നിട്ട് ഋഷഭം ഗാന്ധാരം അതൊക്കെ പറയും. സ്വരം വ്യഞ്ജനം എന്നൊക്കെ പറഞ്ഞു തരും. അതെല്ലാം ഇപ്പോൾ ഓർമ്മയുണ്ട് ശരിക്കും. അന്ന് ലംബോദര ലഘുമീകരാമിന്റെ പാട്ട് ആ കീർത്തനം മാറി ആത്മവിദ്യാലയം പാടും. അങ്ങനെയുള്ള വേണുഗോപാൽ മാഷ് ഇന്നും ബന്ധനക്കാരന് വേണ്ടി ഇതെല്ലാം ഐശ്വര്യം സന്തോഷമാണ്. ഇതാണ് എൻ്റെ ജീവിതത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ. ഇത് സ്വപ്നേര് വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു സംഗമം നടത്തും. പക്ഷെ വളരെ വൻ വിജയമായിരുന്നു. ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ ബന്ദിരക്ക സ്കൂളിലാണ് പഠിച്ചത്. വീട്ടിൽ കൃഷി നോക്കാൻ ആളുണ്ടായില്ല. അപ്പൊ കൃഷി നോക്കിയിട്ട് വേണം എനിക്ക് ഈ സ്കൂളിൽ വരണമെങ്കിൽ. എനിക്ക് വീട്ടിൽ തീരെ സൗകര്യമില്ല. പഠിക്കാൻ പറഞ്ഞാൽ അത്രയും എനിക്ക് വീട്ടിൽ പണിയെടുത്തിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി. ನಾನು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸಮಯ ಕೊಟ್ಟಿದ್ದನ್ನು ಎಲ್ಲರಿಗೆ ತುಂಬಾ ಧನ್ಯವಾದ ಹೇಳುತ್ತೇನೆ. 30 ವರ್ಷ ಇಲ್ಲಿ ಕೆಲಸವನ್ನು ರಿಟೈರ್ ಆಯಿತು. ಅದು ಕಾರಣ ನನ್ನೆಲ್ಲರಿಗೆ ಗೊತ್ತುಂಟು. ಗುರುಬ್ರಹ್ಮಂ ಗುರು ವಿಷ್ಣು ಗುರುದೇವೋ ಮಹೇಶ್ವರ ಗುರು ಸಾಕ್ಷಾತ್ ಪರಬ್ರಹ್ಮ ತಸ್ಮೈ ಶ್ರೀ ಗುರುವೇ ನಮಃ. ಸರ್ವಮಂಗಳಮಂಗಲೇ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣ್ಯೇ ತ್ರ್ಯಂಬಕೆ
എനിക്ക് ബസ്സിൻ്റെ ഭയങ്കര ഭ്രാന്തായിരുന്നു. അങ്ങനെ ഞാൻ ഈ കാഞ്ഞങ്ങാട് ബസ്സിൽ കണ്ടക്ടർ പണി കൊടുത്തു. ഒരു 80 പേര് അവിടെ പണിയെടുത്തു. അതിനുശേഷം 81 ഞാൻ മഞ്ചേശ്വരം സ്ഥിരം പണിക്കും. അതിനുശേഷം ഞാൻ 96 KSRTC എംബാനായി കയറി. പിന്നെ 15 വരെ എടുത്തു. പക്ഷേ പെർമനന്റ് ആവുന്ന ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ പെർമനന്റ് ആയില്ല. ഒരു പെൻഷൻ വാങ്ങാത്ത ഒരു ഡ്രൈവറായിട്ട് KSRTC ഡ്രൈവറായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് ഇടതും വലതും നോക്കുമ്പോൾ ഒരു വ്യത്യാസം കാണുന്നത്, ഈ വലതു ഭാഗത്തെല്ലാം ചെറുപ്പക്കാർ, ഇടതു ഭാഗത്ത് എൻ്റെ ഇടതു ഭാഗത്ത് എല്ലാം വയസ്സ് കാണിക്കുന്നുണ്ട്. അത് എന്തേതൊക്കെ സംശയം ഇങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അവർ ഡൈ ആക്കണം 5 പാക്കറ്റ് കവർ വേണം, എന്തായാലും മുടി കുറയില്ലേ. അപ്പം ഇവരെല്ലാം ഒരു പാക്കറ്റ് വാങ്ങിയ 5-6 പ്രാവശ്യം ഞാൻ അടക്കം അങ്ങനെ ചെയ്യുന്നത്, ചെറുതേ വേണ്ടു. അപ്പോൾ ഇത് പെണ്ണ് ലേഡീസിനാകുമ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്യണമെങ്കിൽ ഒരു 4-5 പാക്കറ്റ് വേണം. അതുകൊണ്ട് അവർ ഡൈ ചെയ്യുന്നില്ല, അവർക്ക് വയസ്സ് കാണിക്കുന്നില്ല. എല്ലാവരും അരച്ച മുറിയാണ്. അപ്പം അതിന് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കറുപ്പിച്ചിട്ടും വരണം. പൊതുവെ സ്ത്രീകൾ ചെറുപ്പം കാണിക്കുന്നവർ വയസ്സ് കുറവുണ്ടാകുന്ന ചോദിച്ചാൽ അവർ 10 വയസ്സ് കുറച്ചേ പറയൂ. പക്ഷേ ഇവിടെ കാണുന്നതെല്ലാം പ്രായം. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് അസുഖങ്ങളെല്ലാം ഉണ്ട്. ഷുഗറാണെന്നൊരു ചാട്ടുണ്ട്, പ്രഷറുണ്ട്, ഹാർട്ട് കംപ്ലൈൻ്റ് ഉണ്ട്, കിഡ്നി കംപ്ലൈൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കൂടുതൽ സമയം ഉണ്ടാവില്ല. ഈ ഒത്തുചേരുന്ന സാഹചര്യം ഉണ്ടാക്കിയ പത്മാശി നന്ദി പറയാം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് കഴിയുന്നുണ്ട്. കുട്ടികൾ മോൻ മോള് എനിക്ക് വെക്കുന്നുണ്ട്. DC ഗോവാലിൽ എനിക്ക് സംസാരിക്കാനുള്ള ചെറിയ വിഷമവും കാര്യമുണ്ട്. അറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനാണ് ഗോവാലൻ. ഗോവാലൻ മാത്രമല്ല, അവരെ വീട്ടിലെ എല്ലാവരും, നാരായണനും കുഞ്ഞിക്കണ്ണാട്ടനും PC കുഞ്ഞിരാമനും എല്ലാവരും കളിക്കാറാണ്. സ്പോർട്സിന്റെ പേര് രാധാകൃഷ്ണ മാഷ് നമ്മളെ നാടിനെ ആകെ നയിച്ച ഒരു അധ്യാപകനാണ്. നിരവധി കുട്ടികൾ ഇപ്പോൾ സ്റ്റാൻലി മാഷ് ഉൾപ്പെടെ നമ്മളെ കുറിച്ച് പഠിച്ച പിന്നെ ബദർഗത്ത് പഠിച്ച സ്റ്റാൻലി മാഷ് ഉൾപ്പെടെ അധ്യാപകനായത് രാധാകൃഷ്ണ മാഷ് സ്പോൺസറാണ്. കാസർഗോഡിന്റെ പ്രധാനപ്പെട്ട ഒരു വേദിയ ഒരു സ്പോർട്സ് താരമായി ഉയർന്നു നിൽക്കേണ്ടതായിരുന്നു ശ്രീ TC ഗോപാലൻ. അപ്പോൾ ഭക്ഷണത്തിന് സമയമായി. മാഷ് 80 വയസ്സാണ്. മാഷ് ഇപ്പോൾ പിന്നെ ശ്രുതി മധുരം നിങ്ങൾക്ക് ബൾമി. ഈ സംഗീതത്തിന്റെ ഉന്നതമായ സംഭവം, സംഗീതം മഴ പെയ്യിക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണത്തിന് മധുരം ഏറും. മാഷ ഈ ഒരു പാട്ടുണ്ടല്ലോ, മാഷ ശ്രുതി മധുരം. മാഷ് 80ാമത്തെ വയസ്സിൽ അവസാനം നീട്ടി പാടുമ്പോൾ മാഷ ശബ്ദം കടർന്നുവെങ്കിലും നമുക്കത് ആവേശമാണ്. ഈ ഭക്ഷണത്തിന് രുചി കൂടും എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണത്തിന് പിരിയാം എന്ന് അഭ്യർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് വന്ന് ബാക്കി കഥകൾ എല്ലാവരും പറഞ്ഞോളണം. നമ്മളെ മാത്രം വായിക്കുന്ന വെള്ളമായിട്ട് കണ്ടറിയാം. അവരവരുടെ ക്ലാസ് മുറിയിൽ അവരുടെ ബെഞ്ചിലെ സീറ്റിലെത്തിയപ്പോൾ ഇതേ ബെഞ്ചിൽ 3ാമത്തെ സ്ഥാനത്തായിരുന്നു ഞാനിരുന്നത്. അതൊന്ന് അവരുടെ ബാല്യമൊക്കെ ഒന്ന് തിരിച്ചവരെ മനസ്സിലേക്ക് വന്നു എന്ന് പറയുമ്പോഴത്തേക്കും 1975 മാർച്ചിൽ ഇതുപോലൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഈ കൂട്ടായ്മ ഇനിയും മുമ്പോട്ട് പോകും.